ഇടക്കാല ജാമ്യം നീട്ടണം എന്ന ഹർജിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. ജൂൺ 2-ന് തന്നെ തിരികെ ജയിലിൽ ഹാജരാകണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, എന്താണ് കോടതിയുടെ നടപടിയുടെ വിശദാംശങ്ങൾ? അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടിരുന്നത് തനിക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, CT സ്കാൻ അടക്കം എടുക്കണം. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു ആഴ്ചയെങ്കിലും കൂടി ജാമ്യത്തിൻ്റെ കാലാവധി നീട്ടണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ കോടതി ആ ആവശ്യത്തെ അംഗീകരിക്കാനായിട്ട് തയ്യാറായില്ല. കോടതി പറഞ്ഞത് ഈ ചികിത്സയടക്കമുള്ള സൗകര്യങ്ങൾ നൽകാനായിട്ടുള്ള വ്യവസ്ഥ ജയിലിൽ ഉണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലൊന്നും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ആശങ്ക എന്ന വിധത്തിൽ കാര്യങ്ങൾ ഉയർത്താനായോ ഉന്നയിക്കാനായോ സാധിക്കില്ല. മറിച്ച് കെജ്രിവാളിന് ജാമ്യം നൽകിയത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ആ വസ്തുതകളെല്ലാം ബോധ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അപേക്ഷ പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കൽ നൽകിയ ആനുകൂല്യത്തെ പിന്നീട് വേറെ ഏതെങ്കിലും വിധത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഉചിതമല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മറ്റേതെങ്കിലും വിധത്തിൽ ഈ ജാമ്യം നീട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യമല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. മാത്രമല്ല ജൂൺ 2-ന് തന്നെ ജയിലിൽ ഹാജരാകണം, തിഹാർ ജയിലിൽ മടങ്ങി ഹാജരാകണം എന്നുള്ളതാണ് കെജ്രിവാളിന് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. നേരത്തെ കെജ്രിവാൾ ഇക്കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ജാമ്യം വേണമെന്നുണ്ടെങ്കിൽ ഈ വിചാരണ കോടതിയെ സമീപിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. പക്ഷേ കെജ്രിവാൾ ഇടക്കാല ജാമ്യം കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതേ തുടർന്നാണ് കോടതി ഈ വിധത്തിലുള്ള ഒരു നിലപാട് എടുത്തത്. അരവിന്ദ് കെജ്രിവാളിന് ജൂൺ 2-ാം തീയതി തന്നെ ജയിലിലേക്ക് മടങ്ങേണ്ട ഒരു സാഹചര്യം ഇതുണ്ടാക്കുകയും ചെയ്യുന്നു. ശരി, കെജ്രിവാളിന് ജാമ്യം നീട്ടി നൽകാതെ സുപ്രീം കോടതി. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.